ആക്ച്വലി 30,000 ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ് 1,00,000 ആൾക്ക് കിട്ടാൻ പോകുന്നത്. ഓ വാവ് എന്നുള്ള ആ ഫീൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ആക്ച്വലി ഇതിലൂടെ നടന്നിട്ടുണ്ടായിരുന്നത്. സ്റ്റാർ റേറ്റിംഗ് ഇട്ട് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവർ ആദ്യം നമുക്കൊരു ഹാപ്പി എമൗണ്ട് ഇടും. അപ്പോൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യും. എക്സ്പെഷ്യലി ഇത് നടക്കുന്ന ലേഡീസിൻ്റെ ഇടയിലാണ് കൂടുതലായിട്ട് നടക്കുന്നത്. ഇവരെന്താ വെച്ചാൽ വീട്ടിലിരിക്കുകയാണ്, ഓക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരാൾ പേയ്മെൻറ്റ് നമ്മൾ ഒന്നും കാണാതെ ഇങ്ങോട്ട് ഇട്ട് തരുമ്പോൾ ഓക്കെ. അപ്പോൾ എന്നിട്ട് അവർ പറയും ഇപ്പം നിങ്ങൾക്ക് 200 രൂപയാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത നിങ്ങൾ 10,000 ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ റേറ്റിംഗിന് നിങ്ങൾക്ക് എന്താണ് 500 വെച്ച് കിട്ടും. ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാക്കിയത് ചിലപ്പോൾ എംപ്ലോയീസ് ആയിരിക്കാം. ഈ എംപ്ലോയീസുകൾ എന്താണ്, ഇവർക്ക് എന്താണ് ഒരു സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കാനാണോ പണി? ഹായ്, ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു എമർജൻസി ആയിട്ട് നടന്നൊരു വീഡിയോ ആണിത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സുഹൃത്തിന് ഒരു 2 ലക്ഷം രൂപയോളം സ്കാമായി പോയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെ നടന്നതിനെ കുറിച്ചും ഇങ്ങനത്തെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആണ് ആക്ച്വലി ഇത് നടക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാനും അലീമുമാണ് ഉള്ളത്. എൻ്റെ പേര് അൻഷിത് അലീം എന്നാണ് ആളെ പേര്. ഞങ്ങൾ രണ്ടാളും ആ ഒരു ഇതിൽ ഒരു പാർട്ട് വന്നിട്ടുണ്ടായിരുന്നു ആളായിട്ടുള്ള കണക്ഷൻ ത്രൂ. ആൾ നമ്മളോട് ഒരു 3 ദിവസം കൊണ്ട് നടന്നൊരു പ്രോസസ്സാണ്. 2 ലക്ഷം രൂപയോളമാണ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആൾ അടുത്തൊരു 2 ലക്ഷം രൂപ കൂടി ഇട്ടിട്ട് അത് റിക്കവർ ചെയ്യാനൊരു ഓപ്ഷനിലേക്ക് പോയിട്ട് അയാൾ അവെയർ ചെയ്തിട്ട് എടുത്തതാണ് ഇപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ നടന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ചെയ്ത ആക്ടിവിറ്റി, എന്തൊക്കെയാണ് അവർ സംസാരിക്കുന്ന രീതി, അവരെങ്ങനെയൊക്കെയാണ് നമ്മളോട് അപ്രോച്ച് ചെയ്തത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. ഇത് മാക്സിമം എന്താണ് ഈ വീഡിയോൻ്റെ ഒരു അവയർനെസ് കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലെ തന്നെ നമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സുഹൃത്തിന് ഇത് സംഭവിച്ചിട്ടുണ്ട്. 7 ലക്ഷം രൂപയോളമാണ് പോയിട്ടുള്ളത്. സെയിം പ്രോസസ്സിൽ പോയൊരു സിനാരിയോ തന്നെയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ഇത് അപ്രോച്ച് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് ഇവർ ഫണ്ട് കളക്ട് ചെയ്യുന്നത്, ഏതൊക്കെ മെത്തേഡിലാണ്, പിന്നെ നമുക്കിത് നടന്നു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേരള പോലീസുമായി സംസാരിച്ചിട്ട് സൈബർ സെല്ലിൽ നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത ഈ പ്രോസസ്സ് മൊത്തം നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ അത് നമ്മുടെ ഓഡിയൻസിനും കൂടി കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരും കൂടി എത്തിക്കാൻ വേണ്ടി, അവെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവും. ഓക്കെ. ഇപ്പോൾ ഇതിൽ ആക്ച്വലി ഇവർ ആദ്യം ഇൻസ്റ്റേ ത്രൂ അഡ്വർടൈസ്മെൻറ്റ്സ്, സ്പോൺസേഴ്സ് ആഡ് കണ്ടിട്ടാണ് നേരെ വാട്സപ്പിലേക്ക് ഡയറക്റ്റ് ചെയ്തിച്ചു. വാട്സപ്പിലേക്ക് അപ്പോൾ നമ്മളൊരു ആക്ച്വലി കരുത സ്പോൺസേഴ്സ് ആഡായിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ വരുന്നത് ഓൾറെഡി വെരിഫൈഡ് ആണെന്നാണ്. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. അതിൽ ആർക്കും വേണമെങ്കിൽ ഇടാൻ പറ്റും. ഒരു വേറെ ഏതെങ്കിലും ഒരു അക്കൗണ്ടൊക്കെ എടുത്ത് ചിലപ്പോൾ വെരിഫൈ ചെയ്തിട്ടുള്ള അക്കൗണ്ടൊക്കെ എടുത്തിട്ട് എന്താണ് ഇതിലേക്ക് ഇട്ടിട്ട് ആഡ് റൺ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് എന്താണ് നേരെ നിങ്ങൾക്ക് മലയാളത്തിലൊക്കെ ആയിരിക്കും ഒരു വോയിസ് ഉണ്ടാകും. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇന്ന രീതിയിലേക്ക് സമ്പാദിക്കാം, മാസം എത്ര സമ്പാദിക്കാം, ഇന്ന രീതിയിലേക്ക് ഒരു ട്രാഫിക് ചെയ്യണം. നേരെ അവരെന്താണ് ഇതിൻ്റെ ഒരു സ്കീമിനെ കുറിച്ചൊക്കെ സംസാരിക്കും. ഇവരെന്തൊക്കെയാണ്, ഇങ്ങനെ ഇട്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടും, സ്കീമുകളുണ്ട്. ഇപ്പോൾ ഇതിൽ സംഭവിച്ചത് എന്താ വെച്ചാൽ വലിയ വലിയ ഹോട്ടൽസിൻ്റെ ഇതിൽ റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ഗൂഗിൾ റിവ്യൂസ് കാര്യങ്ങൾ എന്നിട്ട് അവർ ചെയ്യുന്നത് വെച്ചാൽ റേറ്റിംഗ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, സ്റ്റാർ റേറ്റിംഗ് ഇട്ട് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവർ ആദ്യം നമുക്കൊരു ഹാപ്പി എമൗണ്ട് ഇടും. അപ്പോൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യും. എക്സ്പെഷ്യലി ഇത് നടക്കുന്ന ലേഡീസിൻ്റെ ഇടയിലാണ് കൂടുതലായിട്ട് നടക്കുന്നത്. ഇവരെന്താ വെച്ചാൽ വീട്ടിലിരിക്കുകയാണ്, ഓക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരാൾ പേയ്മെൻറ്റ് നമ്മൾ ഒന്നും കാണാതെ ഇങ്ങോട്ട് ഇട്ട് തരുമ്പോൾ ഓക്കെ. അപ്പോൾ എന്നിട്ട് അവർ പറയും ഇപ്പം നിങ്ങൾക്ക് 200 രൂപയാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത നിങ്ങൾ 10,000 ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ റേറ്റിംഗിന് നിങ്ങൾക്ക് എന്താണ് 500 വെച്ച് കിട്ടും. ഇങ്ങനെ ഓരോ സ്കീമിനെ കുറിച്ച് സംസാരിക്കും. ഈസി ടാസ്ക് ബിഗ് മണി എന്നുള്ള ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് ഓക്കെ എനിക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇത്രക്ക് നേടാൻ പറ്റും. അപ്പോൾ വേണ്ട ഇട്ട് കൊടുക്കും. പിന്നെ ഇതിൽ നടക്കാൻ പോകുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ വാട്സപ്പിൽ ഡയറക്റ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ അതിൽ ചിലപ്പോൾ റിയൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാം. എന്നിട്ട് എന്താ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ മതി അറിയാം. ടെലഗ്രാം നമുക്ക് ബ്ലോക്ക് ചെയ്യാനോ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനോ ഒന്നും ഗവൺമെൻറ് സാധിക്കില്ല. അതുകൊണ്ട് എന്താണ് പോലെ അതിലേക്ക് ഡയറക്റ്റ് ചെയ്തതിന് ശേഷം അതിൽ ത്രൂ ആയിരിക്കും എല്ലാ പ്രോസസ്സും നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ ഇവരെന്താണ് അഡ്വർടൈസ്മെൻറ്റ് ത്രൂ വാട്സപ്പിലേക്ക് എത്തിക്കുന്നു. വാട്സപ്പിൽ നിന്ന് എന്താണ് വേറെ രീതിയിലേക്ക് അഥവാ ടെലഗ്രാമിലേക്ക് എത്തിക്കുന്നു. ടെലഗ്രാമിൽ നിന്നാണ് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് നൽകുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ നടന്നൊരു ഈ 2 ലക്ഷത്തിൻ്റെ അടുത്തോളം പോയൊരു സിനാരിയോയിൽ നടന്നതെന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇങ്ങനെ കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ലെവലിലേക്ക് ഇവരൊപ്പമുള്ള ടീമായിട്ടുള്ള കളികളായി. എന്നു വെച്ചാൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവളും ആ ഗ്രൂപ്പിലുള്ള ആളാണ്. എന്നിട്ട് വേറെയുള്ള ആൾക്കാരും ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് എന്താണ് ഞാൻ ഇട്ടു പേയ്മെൻറ്റ് ഇട്ടതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ പ്രൂഫായിട്ട് ഇട്ട് കൊടുത്തു. മനസ്സിലായോ? ഇപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എനിക്ക് 10,000 20,000 അങ്ങനെയൊക്കെ ഉള്ള പേയ്മെന്റ് ഒക്കെ ആയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ എന്തായി എനിക്ക് നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്ക്രീൻഷോട്ടുകൾ ഇട്ടു. ഈ ആളെന്താണ് ഇതെന്താണ് കറക്റ്റ് ആണെന്ന് വിശ്വസിച്ചു. കാരണം ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാക്കിയത് ചിലപ്പോൾ എംപ്ലോയീസ് ആയിരിക്കാം.
ഈ എംപ്ലോയീസുകൾ എന്താണ്, ഇവർക്ക് എന്താണ് ഒരു സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കാനാണോ പണി? നമുക്ക് അത് ജസ്റ്റ് ഓഫ് എഡിറ്റ് ചെയ്താൽ അത്രയും വലിയ ടെക്നോളജിയുടെ ടൈമിൽ സ്ക്രീൻഷോട്ടുകൾ എഡിറ്റ് ചെയ്തിട്ട് ഇറക്കാം. എന്നിട്ട് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുമ്പോൾ നമ്മളും അതിലേക്ക് ഓക്കെ ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇലൂഷൻ, ആ ഒരു മിസ് ലീഡിങ് ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്സി അതിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് പേയ്മെൻറ്റ് ഇടിപ്പിക്കുന്നു. കാരണം ക്വിക്ക് മണി കൺസെപ്റ്റുമാണ്. ആക്ച്വലി 30,000 ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ് 1 ലക്ഷം ആൾക്ക് കിട്ടാൻ പോകുന്നത്. ഓ വാവ് എന്നുള്ള ആ ഫീൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി ഇതിലൂടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താണ്, പിന്നെ ഈ ആള് എന്താണ് എൻ്റെ അടുത്ത് നിന്ന് ഫണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും അർജൻസി ആയിട്ട് കൊടുത്തായിരിക്കും എന്ന് കരുതിയിട്ട് അത് പലർക്കും സംഭവിച്ചു. ഞാൻ കൊടുത്തതിന് ശേഷം പിന്നീടും പിറ്റേ ദിവസം എന്നോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് 2 ലക്ഷം എടുക്കുമോ, ഒന്ന് റോൾ ചെയ്യാണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ആ ആളായിട്ട് ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് എത്തിച്ചു. എന്നിട്ട് ഇത് നടന്നെന്ന് വെച്ചാൽ ഈ ആൾ 2 ലക്ഷം കൂടി ഇട്ട് തരണം. കാരണം ഈ 1 ലക്ഷം ഇപ്പം മൊത്തത്തിൽ ഇത്രയും പേയ്മെൻറ്റ് 2 ലക്ഷത്തിൻ്റെ അടുത്തോളം പോയതിന് ശേഷം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിക്ക് ആ 2 ലക്ഷത്തിന് 1 ലക്ഷം കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 4 ലക്ഷം വരെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ എന്താണ് എന്തോ ടേംസ് ആൻഡ് കണ്ടീഷനിലൊക്കെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നിടത്ത് മാറിപ്പോയി എന്നാണ് പറയുന്നത് ആൾ. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആക്ച്വലി സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സാണ്. ഇവരെന്താ മാറ്റിക്കുത്തും. നമുക്ക് ഇന്ന ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇന്ന ഓപ്ഷൻ എനേബിൾ ആയി വന്നാൽ മതി എന്നൊക്കെ ഉള്ളത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനത്തെ രീതിയിലായിരിക്കും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. വെബ്സൈറ്റ് അഡ്രസ്സ് പോലും എന്താണ് ചെറിയ സബ് ലിങ്ക് വെച്ചിട്ടൊക്കെയാണ് ജനറേറ്റ് ചെയ്തിട്ടാണ് വിട്ടു തരുന്നത്. അത്രയും ലോ റേഞ്ചിൽ അതിൽ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടൊക്കെ ചെയ്യുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. ആ ഒരു രീതിയിൽ NFC എന്നൊക്കെ പറഞ്ഞിട്ട് NSC എന്നൊക്കെ എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഇതാക്കുന്നത്. എന്നിട്ട് എന്താക്കി രണ്ടാമത് ഈ 2 ലക്ഷം ഇടാൻ പോകാൻ നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് മാറി, അപ്പോൾ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കര സംഭവമായിട്ടുള്ളൊരു ബ്രോഷറൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ അത് ടേംസ് ആൻഡ് കണ്ടീഷൻ നിങ്ങൾ ഇനി ഇതിട്ട് കഴിഞ്ഞാൽ ഇത്ര പേയ്മെൻറ്റ് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 ലക്ഷം രൂപയോളം വരും. അപ്പം നിങ്ങൾ ഈ 2 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 ലക്ഷം കിട്ടും. അപ്പം എന്താണ് ഇപ്പോൾ ഇതുവരെ ഈ 2ൻ്റെ അടുത്തോളം പോയി 2 കൂടി ഇട്ട് കഴിഞ്ഞാൽ മൊത്തം 6 കിട്ടുമല്ലോ. അത് കയറി വീണ്ടും ഇടും. അപ്പോൾ ഓല് പറയും വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് ഇടിപ്പിക്കും. കാരണം നമ്മൾ പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതും ഓക്കെ നമ്മൾ 10,000 ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കൂല. ഇല്ല, കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ 4 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 ലക്ഷം ടൈപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇടും. കാരണം ഇത്രയും പോയില്ലേ. അപ്പോൾ ആ ഇമോഷൻ വർക്ക് ചെയ്യുന്നത് ഇയാളായിട്ട് സംസാരിക്കുമ്പോൾ ഇവർക്ക് എന്താണ് അത് കിട്ടും എന്നുള്ള വിശ്വാസമാണ്. അപ്പം നമ്മൾ ക്ലാരിറ്റി ചെയ്ത് കൊടുത്തു, കാര്യങ്ങൾ സെർച്ച് ചെയ്തത് ഫിഷിംഗ് മോഡലാണ്, ഈ വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, ഈ സിനാരിയോ പറഞ്ഞു കൊടുത്തു. ആൾക്ക് ഇയാളെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കളിക്കാനെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഫ്രണ്ട്സ് ഉണ്ട് പറഞ്ഞപ്പോൾ ഒരു ആക്ച്വൽ ഫ്രണ്ടായിട്ടാണ് അവർ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അത് റിയൽ വേൾഡ് കളിക്കണം. ഞാൻ പറഞ്ഞത് ഫേക്ക് ആയിരിക്കും. കാരണം ഇപ്പം തന്നെ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു 2 ലക്ഷത്തിൻ്റെ അടുത്തോളം പോയി. ഈ 3 ആൾക്കാർക്കും ഇവരുടെ 3 ഫ്രണ്ട്സായിട്ടാണ് ഈ ഗ്രൂപ്പിലുണ്ടെന്നൊക്കെയാണ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്രണ്ട്സിന് ഒരു 10,000 വെച്ച് ഒരു മാസം കൊടുത്താലും പണിക്ക് എടുക്കാനുള്ള ആൾക്കാരായിരിക്കും മേ ബി ഇവരെ അറ്റംപ്റ്റ് എന്താണ് ഈ ആളെ കൊണ്ട് ഇങ്ങനെ ഒക്കെ ഇത് ഫണ്ട് അയക്കി ഇടിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഫണ്ട് ഇടാനൊക്കെ പല ഏരിയത്തെ UPI അഡ്രസ്സുകളാണ് അയച്ചു തരിക. അതിലേക്കാണ് ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടത്. കാരണം ഇമോഷണലി ഇത് ബ്രേക്ക് ആവുന്ന സിനാരിയോ ആണ് ആക്ച്വലി നടന്നിട്ടുള്ളത്. ഇപ്പോൾ എന്നിട്ട് നമ്മളിപ്പോൾ അത് ആളെ കൺവിൻസ് ചെയ്തു. അതുപോലെ തന്നെ ഇങ്ങനെ സിനാരിയോ ഞാൻ പറഞ്ഞല്ലോ 7 ലക്ഷം രൂപയോളം പേയ്മെൻറ്റ് കട്ടായി എന്നുള്ളൊരു ആ ഒരു ആളായിട്ട് കണക്ട് ചെയ്യാനുള്ള ആക്ടിവിറ്റി ചെയ്തു. ആൾക്ക് ഇതേ സെയിം പ്രോസസ്സ് തന്നെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റി ഫുള്ളി ഫേക്കാണ്. ടെലഗ്രാം ത്രൂ ഉള്ള പേയ്മെൻറ്റ് അയച്ചു കഴിഞ്ഞാൽ സ്റ്റാർ റിവ്യൂ ആദ്യം ഇവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്കൊക്കെ വരും ഇന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവർ ആദ്യം 200 രൂപ 500 രൂപ നമുക്ക് അയച്ചു തരും. എന്നിട്ട് അടുത്ത പ്ലാൻ ഇട്ട് തരും. അപ്പം നമുക്ക് ഇങ്ങോട്ട് അയച്ചെന്നല്ലോ ഇവർ സത്യസന്ധരാണ്. കാരണം എന്താണ് ഇങ്ങനത്തെ ഒരു 10 ആൾക്കാർക്ക് അയച്ചു കഴിഞ്ഞാൽ മിനിമം 8 ആൾക്കാർ ഇതിൽ കൊടുക്കും. 2 ആൾക്കാരുള്ളൂ അത് തട്ടിപ്പാണെന്ന് മനസ്സിലാവും. കാരണം ഇങ്ങോട്ട് ഇട്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രസ്റ്റാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ വൈക്ക് പോകുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ നിനക്ക് ഒരാൾ ഒരു ലക്ഷം തന്നു കഴിഞ്ഞാൽ ഒരു ട്രസ്റ്റ് ആവില്ലേ. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഒരു 100 രൂപ ഒരു നല്ലൊരാൾ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ എടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ ലേഡീസാണ് ഈ ഒരു ഏരിയയിലേക്ക് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇങ്ങനത്തെ സിനാരിയോ വരാതിരിക്കുക. ഇങ്ങനത്തെ രീതിയിലുള്ള ഫണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10,000 ഇട്ട് കഴിഞ്ഞാൽ 1 ലക്ഷം തരികയാണെന്നുണ്ടെങ്കിൽ ഓൽക്ക് ഒരു 10,000 രൂപയ്ക്ക് ഒരു വർക്കേഴ്സിന് 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വർക്കേഴ്സിന് കിട്ടും റിവ്യൂ ചെയ്യാൻ. ഒരു റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 10,000 കിട്ടുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം എത്ര റിവ്യൂ ചെയ്യാം? മിനിമം അറ്റ്ലീസ്റ്റ് ഒരു 50 റിവ്യൂ ചെയ്യാം. അത് 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർക്കറിനെ നിർത്തി കഴിഞ്ഞാൽ ഓൽക്കിനെ അത് ചെയ്താൽ പോരെ. എന്തിനാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്? ഒരു സിനാരിയോ ആണ് ഇത് ആക്ച്വലി. ഇത് ചിന്തിക്കാനുള്ളൊരു ഐഡിയ ചിലപ്പോൾ അപ്പം കത്താതായിരിക്കാം അവർക്ക്.
ചിലപ്പോൾ നല്ല നോളജ് ഉള്ള ആൾക്കാർ, ഒരുപാട് നോളജ് ഉള്ള ആൾക്കാർ വരെ ഇതിൽ പെടുന്നുണ്ട്, കോടികൾ വരെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഒരു ലോജിക്കൽ തിങ്കിങ് ചെയ്തിട്ട് മാത്രം ചെയ്യരുത്. ഇങ്ങനത്തെ സംഭവം ഒബ്വിയസ്ലി ഫ്രോഡാണ്, 100% ഫ്രോഡാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു റിവ്യൂവിന് പോലെ ഇത്ര തരുന്നുണ്ടെങ്കിൽ ഓൽക്ക് ആ വർക്കേഴ്സിനെ നിർത്തി കഴിഞ്ഞാൽ ഓൽക്ക് അത്രയും കിട്ടൂലേ. ഇവർ പറയുന്ന ഓഫറിംഗ് ഒക്കെ വലിയ വലിയ ഓഫറിങ്ങാണ്. ഇതൊന്നും ഇമാജിൻ പോസിബിൾ അല്ലാത്ത ഓഫറിങ്ങാണ്. കാരണം അപ്പോൾ ആ കമ്പനി സംബന്ധിച്ചിടത്തോളം ഈ ഒരു 3 ദിവസം കൊണ്ട് ഒരാളിൽ നിന്ന് കിട്ടിയത് 2 ലക്ഷം, ഇതിൻ്റെ അടുത്ത് കിട്ടി. അന്ന് തന്നെ 2 ലക്ഷം ഇടാൻ പോകുമായിരുന്നു. അങ്ങനെ എത്ര ആൾക്കാർക്ക് ഇവർ ചീറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ ചെയ്ത റിക്കവറിങ് ഓപ്ഷന് നമ്മൾ സൈബർ സെല്ലിലേക്ക് വിളിച്ചു. നമുക്കിപ്പോൾ ആദ്യത്തിൽ കോൾ ചെയ്യുമ്പോൾ ഒരു ഇതിൽ പറയണ്ടാവും ഇന്ന നമ്പറിലേക്ക് വിളിച്ച് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. 1930 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചു. ഗവൺമെന്റ് അത്രയും അവയർനെസ് കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ചു. അവർ വിളിച്ചപ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ട്. ഞാൻ ഞായറാഴ്ചയായിരുന്നു ഇത് ഇൻഫോം ചെയ്തത്. അപ്പം തന്നെ അവർ വിളിച്ചപ്പോൾ തന്നെ അവർ ബിസി ആയിരുന്നു, ലൈൻ ബിസി ആയിരിക്കും. അതിൽ ബിസി ആയിരിക്കും മേ ബി. അങ്ങനെയാണെങ്കിൽ അവർ തിരിച്ചു വിളിക്കും. മലയാളീസ് തന്നെയാണ്, നിങ്ങൾക്ക് കൺവേ ചെയ്യാം ഇന്ന സിനാരിയോ ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു അവരാകെ UPI ID, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ID, ഏതാണ് അക്കൗണ്ട്സ്, ഏതൊക്കെ അവരുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയുള്ളത് അതൊക്കെ നോട്ട് ചെയ്താണ്ട് എഴുതിയിട്ട് വിളിക്കാൻ പറഞ്ഞു. അവർക്ക് എന്താ വെച്ചാൽ ആ രീതിയിലാണ് ഓരോ അറ്റംപ്റ്റ് വരുന്നത്. അപ്പോൾ എന്നിട്ട് എനിക്ക് അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മേ ബി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം വിളിച്ചു. കാര്യങ്ങൾ ഇതുപോലെ ഓർഡറിൽ ഞാൻ പറഞ്ഞു കൊടുത്തു. അവർക്ക് UPI ത്രൂ ആണ് എല്ലാ ട്രാൻസാക്ഷനും നടന്നിട്ടുള്ളത്. അപ്പോൾ ആർക്കാണ് ഇത് പറ്റിയത് അവരുടെ അഡ്രസ്സ് കാര്യങ്ങൾ പറയാം, അവർ ഫാദറിൻ്റെ അഡ്രസ്സ് കാര്യങ്ങൾ പറയണം. പിന്നെ അതുപോലെ തന്നെ ഈ UPI ആണെങ്കിൽ UPI ID-ൻ്റെ ID, ഏക്കാണ് ട്രാൻസ്ഫർ ചെയ്ത ID, പേയ്മെൻറ്റും ട്രാൻസാക്ഷൻ ID മാത്രം മതി. ഏത് ഐഡിയേക്കൊന്നും വേണ്ട, ഗവൺമെൻറ് ചെക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. അത് വെച്ചിട്ട് നമ്മളിത് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തതിന് ശേഷം ഇവർ ലിങ്ക് നമുക്ക് ആ നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്തു. അത് വെച്ചിട്ട് OTP വെച്ച് കയറിയതിന് ശേഷം ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സും കൂടി ഫില്ല് ചെയ്തിട്ടു. ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് 1-ാം തീയതി സൈബറിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് ബാക്കിയുള്ള എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ്, ഓല ID ഇതൊക്കെ ചോദിച്ചിട്ട് ഒരു ഗൂഗിൾ ഫോം അയച്ചു. അതിലേക്ക് നമ്മളെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് കാര്യങ്ങൾ. പക്ഷേ റിക്കവർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. ഇതിലേക്ക് പോയി പെടാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യാൻ പറ്റുന്ന പ്രിക്കോഷൻസ് എടുത്ത് വെക്കുക. അതെ, കാരണം എന്താ വെച്ചാൽ ഇവര് ചെയ്യുന്നത് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ആയിരിക്കും. റെന്റ് ഔട്ട് ചെയ്യുന്നുണ്ടാവും അക്കൗണ്ട്സുകൾ. പിന്നെ മരിച്ചവരുടെ പേരിലുള്ള അക്കൗണ്ട്സുകൾ എടുക്കുന്നുണ്ടാവും, മരണപ്പെട്ടവരെ പേരിലുള്ള അക്കൗണ്ട്സ് വെച്ചിട്ടൊക്കെ കളിക്കുന്നുണ്ടാവും. പിന്നെ ഇവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു അക്കൗണ്ടിലേക്ക് ഫണ്ട് വന്നാൽ അപ്പം ചിലപ്പോൾ വിഡ്രോ ചെയ്തിട്ട് ക്യാഷ് ആയി മാറ്റുക. റെന്റ് ഔട്ട് ചെയ്യുന്ന സിനാരിയോ നന്നായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ആൾക്കാരുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നിനക്ക് ഇതിലേക്ക് ഫണ്ട് വരും, ഈ ഒരു മാസത്തേക്ക് റെന്റിനാണെങ്കിൽ 10,000-20,000 തരാമെന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരിക്കലും കൊടുക്കാതിരിക്കുക. ഭയങ്കര വലിയ ബുദ്ധിമുട്ടായിരിക്കും വരിക. കാരണം കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ ഇതിലേക്കായിരിക്കും വരിക, നിങ്ങൾ പിടിക്കും. എന്നിട്ട് ആ കേസ് തെളിയോളം അതിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. അപ്പം അങ്ങനത്തെ സിനാരിയോയിലേക്ക് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നല്ല ബെറ്റർ ഓപ്ഷൻ എന്നുള്ള രീതിയിലേക്ക് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മാക്സിമം എന്താണ് ഒരു കൺവേർട്ട് നമുക്ക് അവയർനെസ് ഈ ഒരു ടെലഗ്രാം മോഡലും ഇനി വാട്ടവർ ഏത് മോഡലാണെങ്കിലും ഒന്ന് ലോജിക്കലി ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കേരള സൈബർ സെല്ലിൽ നല്ല സപ്പോർട്ടുണ്ട്. അത്യാവശ്യം ഞാൻ ഇത്രത്തോളം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവരിങ്ങോട്ട് വിളിക്കുന്നു, കാര്യങ്ങൾ എടുക്കുന്നു, നമ്മൾ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എന്തൊക്കെ സിനാരിയോ നടന്നിട്ടുള്ളത് അതിന് സ്റ്റെപ്പ് ത്രൂ ചെയ്യാന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഹോപ്പ് ഉണ്ട് മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാന്നുള്ളത്. നടന്നവരിങ്ങനെ ചെയ്യുക, അല്ലാത്തവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് പോവാതിരിക്കാം. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതെ, അതായത് ഫിഷിങ് പറഞ്ഞ പോലെ തന്നെ വിഷിങ്. അതെ, ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ലിങ്ക് ത്രൂ വാട്സപ്പ് ത്രൂ കണക്ട് ചെയ്യാം, ടെലഗ്രാം ത്രൂ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവരുടേതായ വെബ്സൈറ്റുകൾ അയച്ചുതരാം. ആ വെബ്സൈറ്റുകളൊക്കെ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈവൻ അവര് കറക്റ്റ് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഇപ്പൊ ബാങ്ക് സെർവർ റിലേറ്റഡ് ആയിട്ട് സെയിം, ഇപ്പൊ ഫെഡറൽ ബാങ്കിന്റെ സെയിം വെബ് അതേപോലെ ക്രിയേറ്റ് ചെയ്ത് അതേ ഡിസൈനിൽ ആ ഡൊമൈന് മാത്രമേ ഡൊമൈനിൽ ചിലപ്പോൾ ഒരു ഈവൻ നമ്മളിപ്പോ ഇപ്പൊ പറഞ്ഞ സംഗതി ഓൺലൈൻ ജോബാണ് ആക്ച്വലി. ഓൺലൈൻ ടാസ്ക് ത്രൂ ഏൺ ചെയ്യുന്നത്, അല്ലാതെ തന്നെ ഫിഷിംഗ് ത്രൂ ഒക്കെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പേഴ്സണൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് വിഡ്രോ ചെയ്യുന്ന. പിന്നെ വേറെ കാര്യമുണ്ട്. അപ്പൊ ഇവർക്ക് എവിടുന്ന ചില സിനാരിയോ ഇത് ആഡ് ത്രൂ ആണ് വന്നിട്ടുള്ളത്. ചില സിനാരിയോയില് നമ്മൾ ഒരു നറുക്കെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പൊ മാളുകളില് ഷോപ്പിംഗ് കോംപ്ലക്സില് ഇവിടെയൊക്കെ എന്താണ് കൂപ്പൺസുകൾ ഉണ്ടാവും. അപ്പൊ അവരെന്താണ് നമ്മൾ നമ്പർ കൊടുക്കും, പേര് കൊടുക്കും, അഡ്രസ്സ് കൊടുക്കും, എല്ലാം കൊടുക്കും. എന്നിട്ട് നമ്മളെന്താ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇടും. ആക്ച്വലി ഇതിന്റെ ട്രാപ്പാണ് അതിൽ നടക്കുന്നത്. ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിൽ ഒരു വലിയൊരു ടീം തന്നെ ഉണ്ട്.
കാരണം എന്താ, പേഴ്സണൽ ഡാറ്റയാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഈ ഓണർക്ക് ഇപ്പോൾ എന്തിനാ വലിയ കോംപ്ലക്സ് ഉള്ള ഒരു ഇതായിരിക്കാം, വലിയ ടീമായിരിക്കും, ഇവർക്ക് എന്തിനാ ഈ ഡാറ്റൻ്റെ ആവശ്യം? ഒരു കയ്യിലും വലിയ റവന്യൂ കിട്ടുമല്ലേ. പക്ഷെ അവിടെ ഇരിക്കുന്ന എംപ്ലോയീസിന് ആ ഡാറ്റ ഉണ്ട്. ഒരു എംപ്ലോയിക്ക് 500 രൂപ 1000 രൂപ സാലറി ഉള്ള ആൾക്ക് ഒരു 5000 ഡാറ്റ മേബി അതിലുണ്ടെങ്കിൽ ഞാൻ എന്താണ് 5000 രൂപ തരാം, ഒരു ദിവസം കൊണ്ട് കിട്ടുകയാണ്. ആ എംപ്ലോയി കൊടുക്കൂലേ? കത്തിച്ച് കളയോ? ഓണർ കൊടുക്കൂലായിരിക്കും, പക്ഷേ ആ എംപ്ലോയിക്ക് കൊടുത്തൂടെ? ഈ സിനാരി അവിടെ നടക്കും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ നമ്പർ കൊടുക്കുമ്പോൾ, നമ്മൾ അഡ്രസ്സൊക്കെ കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ ആ ഒരു രീതിയിലൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ക്വിക്ക് മണി എന്നുള്ള കൺസെപ്റ്റ് വെറുതെയാണ്, അങ്ങനെ ആർക്കും തരാൻ കഴിയൂല. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ചെയ്താൽ പോരെ, അവർക്ക് തന്നെ അത് ചെയ്താൽ മതി. ആ ഒരു രീതിയിലേക്ക് ഇത് എടുക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് കാര്യങ്ങൾ ഈ രീതിയിലേക്ക് വരുന്നതിനൊക്കെ അവെയർ ചെയ്തിട്ട് ചെയ്യാം. ഇനി അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1930 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കേരള പോലീസാണ്, സൈബർ സെല്ലിൽ നിന്നാണ് ഇത് വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് സംസാരിക്കുക, ഇങ്ങനെ സിനാരിയോ ഒക്കെ സംസാരിക്കുക. അവരൊന്നും നമ്മൾ നല്ല ഒരു രീതിയിലാണ് അവർ ഡീൽ ചെയ്തിട്ടുണ്ടാവുക. അല്ലാതെ നമ്മൾ ആ ഒരു റഷ് ആയിട്ടൊന്നും സംസാരിക്കുന്നില്ല, പക്കയായിട്ട് സംസാരിക്കും. നമുക്കുള്ള ഡാറ്റ കളക്ട് ചെയ്ത് കാര്യങ്ങൾ എന്താ വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ ചിലത് പോയി കഴിഞ്ഞാൽ അത് ലേണിംഗ് ആയിട്ട് എടുത്ത് ബാക്കിയുള്ളവരോട് ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.